ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് അനാലിസിസിന് സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് സൈഡ്വേസ് ആണ്. ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇനി ഒരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അല്ല ഒരു ചെറിയ ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ സൈഡ്വേസ് മാർക്കറ്റിലെ പ്രോബിലിറ്റി ആണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ ട്രേഡിങ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇന്ന് ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് വ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് കോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു കോൾ സൈഡിലേക്ക്. ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ആവും ചെയ്തു, അതൊക്കെ വേറെ കാര്യം. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ ട്രേഡ് എടുത്ത ഉടനെ ഉണ്ടാക്കിയ ഒരു സിനാരിയോ എന്ന് പറയുന്നത് 5 മിനിറ്റിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരും, അത് കഴിഞ്ഞ് അടുത്ത റെഡ് ക്യാൻഡിൽ വരും. കണ്ടിന്യൂസ് ആയിട്ട് റെഡ് ഗ്രീൻ എന്നുള്ള ഒരു പാറ്റേൺ ഫോം ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിയപ്പോഴാണ് 26,000 കോളിന്റെ പ്രീമിയം ഏകദേശം 100 രൂപയിൽ നിന്ന് 125 അല്ലെങ്കിൽ 130 എന്നുള്ള ലെവലിലേക്ക് മൂവ് ചെയ്തത്. ആ ഈ ഒരു മൂവ്മെന്റ് തന്നതിന് ശേഷം പിന്നെ ഇന്നത്തെ ദിവസം മൊത്തമായിട്ട് എന്ത് ചെയ്തു, കഴിഞ്ഞ വെള്ളിയാഴ്ച സെൻസെക്സിന് എന്താണോ സംഭവിച്ചത് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണോ സംഭവിച്ചത്, സെയിം സീനാരി ആയിരുന്നു. ഓൾ ടൈം ഹൈയിൽ എത്തി കഴിഞ്ഞ് മാർക്കറ്റ് അവിടുന്ന് റിജക്ഷൻ, വീണ്ടും മാർക്കറ്റ് പതിയെ പിന്നെ ബ്രേക്ക് ചെയ്ത് പോയി, അവിടെ വീണ്ടും റിജക്ഷൻ. ആ റിജക്ഷൻ എന്ന് പറയുന്നത് ഒരു ഷേക്ക് ഔട്ടായിട്ട് കണക്കാക്കാം. കാരണം കംപ്ലീറ്റ് റീറ്റെയിലേഴ്സിന്റെ അല്ലെങ്കിൽ കോൾ സൈഡിലേക്ക് ബൈ എടുത്ത കംപ്ലീറ്റ് ആൾക്കാരുടെ SL ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, താഴെ വന്നതിന് ശേഷം മാർക്കറ്റ് ഇന്നത്തെ പിന്നെ റേഞ്ച് എവിടെയായിരുന്നു ക്രിയേറ്റ് ചെയ്ത് ആ സൈഡിൽ വന്നിട്ട് എന്ത് ചെയ്തു, സപ്പോർട്ട് എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, ഷാർപ്പായിട്ട് ലാസ്റ്റ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് മൂവ് ചെയ്തു. 26,035 എന്നുള്ള ലെവലിൽ നിന്ന് 26,250 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു, മൂവ് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ റെസൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ലെവലിൽ. 26,250 നമുക്ക് റെസൻസ് ഉണ്ടായിരുന്നു. ആ ലെവൽ വരേക്കും ചെയ്തു മാർക്കറ്റ് ഷാർപ്പായിട്ട് മൂവ് ചെയ്യുന്നതാണ്. ഇതിൽ ഏകദേശം 26,000 പ്രീമിയം 100 അല്ലെങ്കിൽ 150 ഉണ്ടായിരുന്നു, 250 300 വരേക്ക് ലാസ്റ്റ് സമയത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള ഈ ഒരു മൂവ്മെന്റിൽ കോൺഫിഡൻസ് കുറവുണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു റാലി പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത്രയും നേരം സൈഡ് വൈസായിട്ട് നിന്ന മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സെയിം സിനാരിയോ ക്രിയേറ്റ് ചെയ്തു, ബ്രേക്ക്ഔട്ട് തന്നു. അത് തന്നെ പിന്നെ 3 മണിക്ക് അടുത്തായതുകൊണ്ട് മാത്രമാണ് ആ ഒരു ട്രേഡിൽ എൻട്രി എടുക്കാതിരുന്നത് എന്നുള്ളതാണ്. ഇനി നാളേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിഫ്റ്റിയുടെ കേസ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് തന്നു എന്നുള്ളതുകൊണ്ടും ഇന്നത്തെ ഒരു മൂവ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ടും നമുക്ക് ഗ്യാപ്പ് അപ്പിലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത് കോൾ സൈഡിലുള്ള ട്രേഡുകൾ തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ വ്യൂ നെഗറ്റീവ് ആയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ വിവരങ്ങളിലേക്ക് നിഫ്റ്റി പോകുമെന്നുള്ളത് തന്നെയാണ്. ഈ നിഫ്റ്റിയിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ഇനി ചെറിയ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിലും ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമ്മൾ കോൾ സൈഡിലുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുന്നു. ഇന്ന് ഒരു സമയത്ത് ഈ ഒരു ഇവിടെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്തൊക്കെ പുട്ട് സൈഡിലെ പ്രീമിയം ഡൗൺ വരാതെ ആ പ്രീമിയം എപ്പോഴും ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഒന്നാമത് പ്രീമിയം ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് പുട്ടിലേക്കാണ് അനുകൂലമായിട്ടുള്ളത് എന്നുള്ളതും കോൾ സൈഡിൽ പ്രീമിയം കൂടുതലാണ് എന്നുള്ളതും എന്തുണ്ടായിരുന്നു, കോൾ സൈഡ് ബൈ എടുക്കാനുള്ള ഒരു പേടിയുള്ള ഫാക്ടറായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനി നാളെ സെൻസെക്സിന് എക്സ്പയറി ഉണ്ട്. സെൻസെക്സ് അങ്ങനെ തന്നെയാണ് ഇന്ന് ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുതിയ ഉയരങ്ങളിലേക്ക് മാർക്കറ്റ് പോകുന്നു എന്നുള്ളത് നല്ല ന്യൂസാണ്. മിഡ് ക്യാപ്പ് ആയിരുന്നു ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഡൗൺ എന്നുണ്ടായിരുന്നത്, പിന്നീട് എന്ത് ചെയ്തു, അത് റിക്കവർ ചെയ്ത് വന്നു എന്നുള്ളതാണ്. മാർക്കറ്റ് ഏകദേശം 86,000 അടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. 86,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ലെവലാണ് 86,000 എന്നത്. 86,050 അല്ലെങ്കിൽ 86,070 ഒക്കെ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 82, 286, 300, 86,500 എന്നുള്ള ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു പോയിന്റ് മാർക്കറ്റിൽ മൂവ്മെന്റ് തന്നു എന്നുള്ളതുകൊണ്ട് ഒരു കോൾ സൈഡിലേക്കുള്ള എൻട്രികൾ ചെറിയൊരു പേടിയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇനി കൺസോൾട്ടേഷന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മാതിരി കൺസോൾട്ടേഷന് ശേഷമാണ് ബ്രേക്ക്ഔട്ട് തരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നാളെയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എല്ലാ ദിവസവും സെൻസെക്സിന്റെ എക്സ്പയറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ എക്സ്പയറി ദിവസങ്ങളിൽ നല്ലൊരു ഷേക്ക് ഔട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടെന്നാണ്. നാളെയും അത്തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ളതിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ മൂവ്മെന്റ് കോൾ സൈഡിലേക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൾ സൈഡിലേക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഈവനിങ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് മാർക്കറ്റ് റിവേഴ്സിൽ കാണിക്കുകയാണെങ്കിൽ ഒരു പുട്ട് സൈഡിലേക്കുള്ള എൻട്രിയുടെ എന്ത് ചെയ്യുന്നുണ്ട്, നാളെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സെൻസെക്സിൽ. ഇതേ സ്ഥിതിയാണ് മിഡ് ക്യാപ്പിലുള്ളത്. മിഡ് ക്യാപ്പ് എന്ത് ചെയ്തു, ഓൾ ടൈം ഹൈ എത്തുന്നേ ഉള്ളൂ, ഒരുപാട് ദൂരം മൂവ് ചെയ്യാണ്ടായതുകൊണ്ട് മിഡ് ക്യാപ്പിലായിരിക്കും കുറച്ചും കൂടെ എന്ത് ചെയ്യാം, നല്ലൊരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ അത് മിഡ് ക്യാപ്പിലായിരിക്കും ഏറ്റവും നല്ല എൻട്രി എന്നുള്ളതാണ്. മിഡ് ക്യാപ്പ് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് കോൾ സർക്കിളിലെ എൻട്രികൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് ഇത് ടെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും മിഡ് ക്യാപ്പിലാണ് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഏറ്റവും ആദ്യം പ്ലാൻ ചെയ്യുന്നത് മിഡ് ക്യാപ്പിലായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ബാക്കിയുള്ള സ്ക്രിപ്റ്റുകളിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് നാളത്തെ നമ്മുടെ മാർക്കറ്റ് ഒരു വ്യൂ എന്നുള്ളത്. മിഡ് ക്യാപ്പ്, സെൻസെക്സ്, അതേപോലെ നിഫ്റ്റി 50. ഇനി നിഫ്റ്റി ബാങ്കിന്റെ കേസിലാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെയും ഇന്നത്തെയൊക്കെ ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും നിഫ്റ്റി ബാങ്ക് തന്നിട്ടില്ല. ചെറിയൊരു മൂവ്മെന്റ് മാത്രമേ ഈ ലാസ്റ്റ് മൊമെന്റത്തിൽ തന്നിട്ടുള്ളൂ. അവിടെ 52,257 52,450 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, 450 വരെ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, റിവേഴ്സിൽ വരികയാണ് ചെയ്തത്. നാളെയും സൈഡ് വൈസ് ആവാനുള്ള സാധ്യത നിഫ്റ്റി ബാങ്കിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതെ പുതിയ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. മേലേക്ക് താഴത്തേക്കാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ കീപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിഫ്റ്റി ബാങ്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത്രയും വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ട്രേഡുകളും പ്ലാൻ ചെയ്യുന്നില്ല. ഇൻ കേസ് ഇത് ലോ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ 54,000 താഴെ മാർക്കറ്റ് ഓപ്പണിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ അതിൽ താഴെ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസിംഗ് തന്നാലോ ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം 53,916 താഴത്തേക്കാണെങ്കിൽ ഒന്നുകൂടെ എന്തായി നല്ലൊരു എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇൻ കേസ് മേലേക്ക് ചെറിയ ഗ്യാപ്പ് അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ 54,465 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 54,600 അല്ലെങ്കിൽ 54,800 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് കോൾ സൈഡിലുള്ള ട്രേഡും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നാളത്തെ നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ മാർക്കറ്റ് വ്യൂ എന്നുള്ളത്. ഇനി ഇതിന് വിപരീതമായിട്ട് വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഞാനൊരു ഡൗൺ സൈഡ് ട്രേഡാണ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പ്ലാൻ ചെയ്തത്. ഫസ്റ്റത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിലിന്റെ ക്ലോസിങ്ങിനനുസരിച്ച് ആ ഒരു ക്യാൻഡിലിനെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെ നാളേക്കുള്ള മാർക്കറ്റ് വ്യൂ മാത്രമാണ്. ഇത് ഓവറോൾ നമ്മുടെ മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്നുള്ളതും FIIസും DIസും കുറച്ച് ദിവസമായിട്ട് വീണ്ടും ബൈങ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതും നമ്മുടെ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. അതുപോലെ GDP ഡാറ്റ വരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡാറ്റ ഓവറോൾ മാർക്കറ്റിനെ എങ്ങനെ എഫക്ട് ചെയ്യണമെന്ന് നോക്കണം. അതിനനുസരിച്ച് നാളെ മാർക്കറ്റ് ഓപ്പണിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഒരു നെഗറ്റീവോ പോസിറ്റീവോ ആവാം. അതുകൊണ്ട് ഈ GDP ഡാറ്റയ്ക്ക് അനുസരിച്ച് മാർക്കറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളതിനനുസരിച്ച് ഇതുണ്ടാവാം. രാവിലത്തെ ട്രേഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ഇതൊക്കെയാണ് മാർക്കറ്റ് അനാലിസിസ് നാളേക്കുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.